ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു ദിവസത്തെ കാര്യങ്ങൾ ചുരുക്കി പറയുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 2 ഈസി റെസിപ്പീസും പിന്നെ 1-2 ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഉമ്മയുടെ കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതായത് നമ്മുടെ മസാല പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കാനുള്ള ബോട്ടിൽസൊക്കെ കഴുകി ഉണക്കാൻ വെക്കണം. അങ്ങനെ കുറച്ച് 1-2 പരിപാടി ഉണ്ട്. പിന്നെ ഫേസ്ബുക്കിലേക്ക് 1-2 വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്, പണിക്കാരും തിരക്കൊന്നും ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് എന്നാലും 1-2 പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കൂടെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് മാറി റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ റംഷി വ്ളോഗ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീട്ടിലേക്ക് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓണാക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജ് ഓണാക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു അവിടെ ഫ്രിഡ്ജ് വെക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു, നമ്മൾ സൈസിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഓരോന്നിൻ്റെ ഉള്ളിലുള്ള കവറും ഇതൊക്കെ എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി ഫ്രിഡ്ജ് ഓൺ ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 2 റെസിപ്പീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഇത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ബോട്ടിൽസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിലല്ല അച്ചാർ കൊടുക്കൽ, പെറ്റ് ബോട്ടിൽസിലാണ്. അതായത് പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കൽ. ഈ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ കൊറിയറായിട്ട് അയച്ചു വീട്ടിൽ വന്ന് വാങ്ങുന്നവർക്ക് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ കൊടുക്കും. പിന്നെ പുറത്തേക്ക് അയച്ചു കൊടുക്കുന്നത് പെറ്റ് ബോട്ടിലാണ് കേട്ടോ. കാരണം ഒരുപാടെണ്ണം ഇങ്ങനെ പൊട്ടുന്ന കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത്. ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കൽ. പക്ഷെ എന്നാലും അതിങ്ങനെ കൊറിയറുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫ്രജൈൽ സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ചിട്ട് തന്നെയാണ് കൊടുക്കൽ. എന്നാലും ഇങ്ങനെ കംപ്ലയിൻറ്റ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇവിടെ 1-2 പണികൾ ഇപ്പോഴും നടക്കണുണ്ട് കേട്ടോ. ഇവിടെ മതിലൊക്കെ തേക്കണുണ്ട്. പിന്നെ പുറത്തൊരു കൊട്ടത്തളം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സിങ്ക് കണ്ടല്ലോ, ചെറുതാണ്. അപ്പോൾ അതിൽ ഒരുപാട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലൊക്കെ പാത്രങ്ങൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്തേക്ക് അതിന് നേരെ തൊട്ട് താഴേക്ക് ഒരു കൊട്ടത്തളം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച വീടായതുകൊണ്ട് നമുക്ക് അതിലൊന്നും അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്തതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അരി അരക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അരി ഒന്നും കൂടെ കഴുകിയിട്ട് അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരവിയതും 1 കപ്പ് ചോറും അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരക്കണത്. ഇത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് തേങ്ങാവെള്ളം. പെട്ടെന്ന് ഇത് ഫെർമെൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തേങ്ങാവെള്ളം ഈസ്റ്റും ഒക്കെ കൂടെ ചേർക്കണത്. തേങ്ങാവെള്ളം മാത്രം ചേർത്താൽ മതി രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ നമ്മൾ ചുടാനാണെങ്കിൽ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ നമ്മൾ ഈ മാവിലേക്ക് തന്നെ ചേർക്കുമ്പോൾ. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു മുട്ടക്കറി കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ഉലുവയും കടുകും ജീരകമൊക്കെ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. അപ്പം കുപ്പിയിലേക്ക് നമ്മൾ നേരിട്ട് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അത് പുറത്തേക്ക് പോകില്ലേ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ 2-3 എണ്ണം ഇതുപോലെ മുറിച്ചിട്ട് ഒരു ഫണൽ പോലെ ആക്കിയിട്ട് അതിലൂടെ നമ്മളിങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ പുറത്തേക്ക് പോവാതെ തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുളക് മഞ്ഞളൊക്കെ പൊടിച്ചിട്ട് നമ്മൾ വലിയ പാത്രത്തിലാണല്ലോ സൂക്ഷിക്കുക. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ കയ്യിലൊക്കെ എടുത്തിട്ട് അതിൽ നേരിട്ട് ഇടാൻ കഴിയില്ലല്ലോ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2-3 എണ്ണം മാറ്റി വെച്ചാൽ മതി. പൊടികൾ ഇടാനൊന്ന്, കടുക് ജീരകം ഇടാനൊന്ന് അങ്ങനെ മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇങ്ങനെ ഉലുവയും കടുകും ജീരകവും അങ്ങനെ എല്ലാം ബോട്ടിലാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നർ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തിരൂർക്കാടുള്ള ലോയൽ മാർട്ട് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്തിട്ട്
മുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പുഴുങ്ങിയെടുത്ത കോഴിമുട്ട, പിന്നെ കുറച്ച് ഏലക്ക, ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും ചേർത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ 2ാം പാലിൽ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലെടുത്തിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെ ആ ഒരു കട്ടയൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നതാണ് കേട്ടോ. അതാണ് അടിയിൽ വെള്ളമായിട്ട് തോന്നുന്നത്. അപ്പോൾ 2ാം പാലിൽ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പം റെഡിയാക്കുകയാണ് കേട്ടോ. മാവ് ദാ അത്യാവശ്യത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം എണ്ണയൊന്നും പുരട്ടാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ മാവിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നൈറ്റിലൊക്കെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ ആ ഒരു മുട്ടക്കറി അടിപൊളിയാണ് കേട്ടോ. മുട്ട സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂട് കൂടിപ്പോയാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത, അതായത് മാവ് അതിൽ ഈ നല്ലൊരു ഷേപ്പിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതാ മുട്ടക്കറി റെഡിയായി. അതൊക്കെ വിസിലൊക്കെ അടിച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചതും പിന്നെ തേങ്ങയുടെ 1ാം പാലിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് അതും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള അപ്പം കൂടെ ചുട്ടെടുക്കുകയാണ്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് മാത്രം. ഈ മുട്ടക്കറി അപ്പം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ മുട്ടയുടെ പകരം ചിക്കൻ ചേർത്താൽ ചിക്കൻ സ്റ്റൂ ആയി, ബീഫ് ചേർത്താൽ ബീഫ് സ്റ്റൂ ആയി. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ബീഫും ചിക്കനും മുട്ട സ്റ്റൂ ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ല് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കീ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടിയതെന്ന്. അപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ല് വന്നപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം ഫുഡൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഒരു മിനി വ്ളോഗാണെന്ന്. ഏതായാലും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള 2 റെസിപ്പീസും ഇതിലുണ്ട്. അപ്പോൾ ഈ റെസിപ്പീസ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സും റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്